ത്രിതല വിധി 2020 ഭാഗമായി മലപ്പുറം പ്രസ് ക്ലബ്ബ് നടത്തുന്ന മീറ്റ് ആദ്യ സംവാദത്തിലാണ് നമ്മളുള്ളത്. ഈ പരിപാടി നമ്മൾ കഴിഞ്ഞ ആഴ്ച ഫിക്സ് ചെയ്തതായിരുന്നു. ചില ബുദ്ധിമുട്ടുകൾ കാരണം നമുക്കത് മാറ്റിവെക്കേണ്ടി വന്നു. എന്തായാലും ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മലപ്പുറം പ്രസ് ക്ലബിൻ്റെ മീറ്റ് ലീഡർ എന്ന ഈ ഒരു പ്രോഗ്രാം തുടങ്ങാൻ ഏറ്റവും അനുയോജ്യനായ ഒരു രാഷ്ട്രീയ നേതാവിനെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ന ഒരു വലിയ സന്തോഷം നമുക്കുണ്ട്. മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും നമ്മുടെ പ്രിയപ്പെട്ട MP-യും അതിനേക്കാളൊക്കെ ഉപരി ത്രിതല പഞ്ചായത്തിനോടനുബന്ധിച്ച് മുസ്ലിം ലീഗിൻ്റെ ചുമതലകൾക്ക് പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് മീറ്റ് ലീഡറിൻ്റെ ആദ്യ ഈ ഒരു സെഷനിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു വാക്കുകൂടി ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മലപ്പുറം പ്രസ് ക്ലബ്ബുമായി അദ്ദേഹത്തിനുള്ള അഭേദ്യമായ ബന്ധവും സ്നേഹവും നാമൊക്കെ അത് അനുഭവിച്ചറിഞ്ഞതാണ്. പലപ്പോഴും പല പ്രതിസന്ധി ഘട്ടങ്ങളിലാണെങ്കിലും നമ്മുടെ മറ്റു വികസന പ്രവർത്തനങ്ങളിലാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ സഹായവും പിന്തുണയും ഉപദേശവും ഒക്കെ നമുക്ക് സമയാസമയങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. അതിനുള്ള പത്രപ്രവർത്തകരുടെ പേരിലുള്ള മലപ്പുറം പ്രസ് ക്ലബിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് മീറ്റ് ലീഡർ എന്ന പ്രസ് ക്ലബിൻ്റെ ത്രിതല പഞ്ചായത്തിനോടനുബന്ധിച്ച് നടത്തുന്ന മുഖാമുഖം പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പരിപാടി തുടങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. മലപ്പുറം പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി ഭാരവാഹികൾ, പ്രിയമുള്ള പത്രപ്രവർത്തകർ, സുഹൃത്തുക്കൾ, മറ്റു വാർത്താ മാധ്യമങ്ങളുടെ പ്രതിനിധികൾ, മലപ്പുറം പ്രസ് ക്ലബിൽ വീണ്ടും വരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. പറഞ്ഞ പോലെ നമ്മുടെ പ്രസ് ക്ലബിൽ എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ മലപ്പുറം പ്രസ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസ് ക്ലബ്ബാണ്. അവിടെ നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എപ്പോൾ വരുന്നതിലും നാട്ടുകാരൻ എന്നുള്ള നിലയിൽ നമുക്ക് ആ ഒരു ഹോം ഫീലിംഗ് എപ്പോഴും ഉണ്ട്. അതിന് ഞാൻ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ആദ്യമായി തന്നെ എന്നെ വിളിച്ചതിന് വളരെ നന്ദി പറയുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. ഇത് ലോക്കൽ ബോഡി സെലക്ഷനാണ്, ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ്. എന്നാലും അതാണ് ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ്. ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ തിരഞ്ഞെടുപ്പ്. അവരുടെ ഏറ്റവും ബേസിക്കായിട്ടുള്ള ആവശ്യങ്ങൾ, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്ന ആവശ്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്തുകളാണ്. അതുകൊണ്ട് അവിടെ അവരുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അവർക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ആ നിലയിൽ തന്നെ നമ്മളതിനെ നോക്കിക്കാണുന്നത്. കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇതിൽ വളരെയധികം മുന്നോട്ട് പോയതാണ്. ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വരുന്ന വിഷയങ്ങൾ പ്രധാനമായും കഴിഞ്ഞ 5 വർഷക്കാലം കേരള ഗവൺമെൻറ് അതിനെ എങ്ങനെ പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ്. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ത്രിതല പഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ
മെറിറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരാജയപ്പെട്ട ഒരു കേരള ഗവൺമെൻറ്റാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്നത്. കാരണം വലിയ ക്രൈസിസ് മാനേജ്മെൻറ്റിൻ്റെ ഘട്ടത്തിലൊക്കെ UDF ഗവൺമെൻറ് ഈ ത്രിതല പഞ്ചായത്തുകൾക്ക് നൽകിയിരുന്ന സാമ്പത്തിക സഹായത്തിൻ്റെ തോതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറവായിരുന്നു ഈ 5 വർഷം കൊടുത്ത സാമ്പത്തിക സഹായം. ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ കോവിഡ് വന്ന സമയം തന്നെയാണ്. എല്ലാ ഉത്തരവാദിത്തങ്ങളും അവരുടെ തലക്ക് വെച്ച് കൊടുത്തു. പക്ഷേ നിങ്ങളൊക്കെ ചെയ്തോളണം, നിങ്ങളുടെ തനത് ഫണ്ട് എടുത്തിട്ടായാലും തിരക്കില്ല എന്ന് ആജ്ഞാപിച്ചതല്ലാതെ അവർക്ക് പണം കൊടുത്തില്ല. അങ്ങനെ അവസാന ഘട്ടത്തിൽ അഭിമാനപൂർവ്വം പൂർത്തിയാക്കേണ്ട പല കാര്യങ്ങളും അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല കടബാധ്യത വന്നു, സകല ഭാരങ്ങളും പേറേണ്ടി വന്നു. പക്ഷേ ഞാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അവരെ അഭിനന്ദിക്കുകയാണ്. കാരണം വെച്ചാൽ എന്നാലും ആ ക്രൈസിസ് മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ സന്നദ്ധ സംഘടനകളെയും അതുപോലെ തന്നെ കിട്ടാവുന്ന എല്ലാവരെയും കൂട്ടി അവർ കാണിച്ച ആ ഒരു ചടുലത പ്രത്യേകം അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. കാരണം ഈ കോവിഡ് ക്രൈസിസിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ലോക്ക്ഡൗണും കൂടി വന്നപ്പോൾ ജനജീവിതം ദുസ്സഹമായപ്പോൾ സർക്കാരിൻ്റെ സഹായം ഇല്ലാഞ്ഞിട്ടും സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുടെ സഹായമൊക്കെയായി അവർ നല്ല സംഘാടകരായി ഫീൽഡിലുണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. എന്നിരുന്നാലും കേരള ഗവൺമെൻറ് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവർക്ക് സമയത്തിന് ഫണ്ട് കൊടുക്കേണ്ടതായിരുന്നു. UDF ഗവൺമെൻറ്റാണ് ആ കാര്യത്തിൽ മാതൃക. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്, ഇപ്പോൾ റീസെൻ്റ് ഗവൺമെൻറ്റിന് എടുക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഈ കാര്യത്തിൽ വളരെയധികം സന്നദ്ധ ഈ പറഞ്ഞ പിന്നെ തദ്ദേശ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ മികച്ച ഉദാഹരണമായി. അപ്പോൾ UDF തീർച്ചയായിട്ടും ആ പോളിസിയിലാണുള്ളത്. വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്തുകളെ UDF ഗവൺമെൻറ് കേരളത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ശക്തി കേന്ദ്രങ്ങളാക്കി മാറ്റി അവർക്ക് സാമ്പത്തികമായ സപ്പോർട്ട് കൊടുക്കും. കേരള ഗവൺമെൻറ് സാമ്പത്തിക കാര്യങ്ങളൊക്കെ സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൽ നിന്ന് തന്നെ എടുത്തു മാറ്റുകയാണ് സത്യത്തിൽ ചെയ്തത്. ഇപ്പോൾ കിഫ്ബി ഇപ്പോൾ വലിയ വിവാദം നടക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ കിഫ്ബി വിവാദം വന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞതാണ്, അതൊരു വളഞ്ഞ മാർഗത്തിലൂടെയുള്ള യാത്രയാണ് എന്നുള്ളത് നിയമസഭയിൽ ഞാൻ തന്നെ പ്രാരംഭഘട്ടത്തിൽ വിമർശിച്ചത് ഞാൻ ഓർക്കുക. സർക്കാരിൻ്റെ certain ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റുകളെ മറികടക്കാൻ വേണ്ടി സാമ്പത്തിക സഹായം പല നിലക്കും ലോണും കാര്യങ്ങളും ശ്രമിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കിഫ്ബി രൂപീകരിച്ച് കേന്ദ്ര മാനദണ്ഡങ്ങളെ മറികടന്ന് വലിയ ഇൻട്രസ്റ്റ് റേറ്റിനൊക്കെ പണം സ്വീകരിച്ച് ഇത് ഡെവലപ്മെൻറ്റിനാണ് എന്ന് പറഞ്ഞ് പോയപ്പോൾ ഒരളവ് വരെ വലിയ വിവാദങ്ങൾക്കൊന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷം പോവാതിരുന്നത് എങ്ങനെയെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്നുള്ള സമീപനം കൂടി ഉള്ളതുകൊണ്ടാണ്. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഇത്ര വലിയ പലിശയൊക്കെ കൊടുത്ത് അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ സാധാരണ രീതികളൊക്കെ മറികടന്ന് ഈ സംവിധാനം മുന്നോട്ട് പോകുമ്പോൾ അതിന് ഓഡിറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാതെയാണ് പോകുന്നത് എന്ന വിമർശനം പ്രതിപക്ഷം ഉയർത്തിയപ്പോൾ അത് അവഗണിച്ചു. പ്രതിപക്ഷം എന്താ രാഷ്ട്രീയം പറയാണ് എന്ന് പറഞ്ഞ് നിയമസഭയിലൊക്കെ മറുപടി. ഇപ്പം എന്തായി? ഇപ്പം ആകെ സംശയത്തിൻ്റെ നേരിലായി.
ഒരു വശത്ത് CAG-യുടെ വിമർശനം, മറ്റൊരു വശത്ത് മസാല ബോണ്ട്, അതിൻ്റെ ഇൻട്രസ്റ്റും മറ്റു കാര്യങ്ങളും അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാതെ മറുവശത്ത് വേൾഡ് ബാങ്കും ADB തുടങ്ങി ലോണിനെ തന്നെ എതിർത്തിരുന്നവരാണ് മസാല ബോണ്ടിന് പോയത്. അതിൻ്റെ പൊളിറ്റിക്കലായ ക്ഷീണം വേറെ. ഇപ്പം അതുമല്ല, ഇപ്പോൾ എന്ത് വളഞ്ഞ മാർഗമുണ്ടെങ്കിലും അത് ചെന്ന് അവസാനിക്കുന്നത് സ്വർണ്ണക്കടത്ത്, അതിൻ്റെ ആളുകളുമായി ബന്ധപ്പെട്ട ചില ഏജൻസികളിലും വ്യക്തികളിലും ഒക്കെ ചെന്ന് അവസാനിക്കുക. ഇതിൻ്റെ ഓഡിറ്റ് പ്രശ്നമാണ്, വിവാദമാണ്. ഇപ്പോൾ ഓഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചവരുടെ പ്രൈവറ്റ് ഇൻട്രസ്റ്റ് അതും വിവാദമാകുകയാണ്. അപ്പോൾ കിഫ്ബി വലിയ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഡെവലപ്മെൻറ്റ് വൈസ് നോക്കുകയാണെന്നുള്ളത് നമ്മൾ വലിയ കടബാധ്യതയിലായി. അതിൻ്റെ പ്രശ്നം വേറെ. ഇപ്പോൾ വന്ന് അതിൻ്റെ സുതാര്യതയിലും സംശയമായി. ഈ വിവാദം വരുന്നതിൻ്റെ മുമ്പ് തന്നെ അത് പുറത്തു കൊടുത്ത് ചട്ടലംഘനങ്ങളുമായി. അപ്പം സർവത്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ കുഴഞ്ഞിരിക്കുകയാണ്. ഒരു വശത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിവാദത്തിൽ, ആ ഓഫീസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മർമ്മപ്രധാനമായ കൈകാര്യങ്ങളും മുഴുവൻ വിവാദത്തിൽ. പാർട്ടിയുടെ ഉന്നത നേതാക്കളാണ് എന്നുണ്ടെങ്കിൽ വളരെ വലിയ കേസുകളിൽ, മയക്കുമരുന്ന് പോലെയുള്ള കേസുകളിൽ അതിലൊക്കെ പെട്ട് അത് വേറൊരു വിവാദം. അതും കഴിഞ്ഞിപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പ്രവർത്തനങ്ങളിൽ ആകെ പറയാനുണ്ടായിരുന്ന കിഫ്ബി, അതും ഈ താല്പര്യങ്ങളോടൊക്കെ കണക്ട് ചെയ്താണ് കിടക്കുന്നത് എന്ന വിവാദവും വന്നിരിക്കുന്നു. മൊത്തം 4-5 വർഷം സംസ്ഥാനത്തെ ഗവൺമെൻറ്റുകൾ ജനങ്ങളുടെ താല്പര്യം, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയമെന്ന് പറയുന്നത്, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ പഞ്ചായത്തുകൾക്കൊക്കെ ഫണ്ട് കൊടുത്ത് സഹായിക്കുക എന്നുള്ള ഒരു പ്രയോറിറ്റിയായി ഗവൺമെൻറ് കണ്ടതേ ഇല്ല. അവരാവശ്യം ഉന്നയിച്ചാൽ അവരെ വഴക്ക് പറയരുത്. അപ്പം ജനങ്ങളുടെ പ്രശ്നത്തിലായിരുന്നില്ല താല്പര്യം, ക്രൈസിസ് മാനേജ്മെന്റ് ആയിരുന്നില്ല താല്പര്യം. എല്ലാം ഇത്തരത്തിലുള്ള പ്രത്യേക ഇൻട്രസ്റ്റുകളായിരുന്നു എന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളും മൊത്തം സുതാര്യമല്ലാതെ പോയി. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രി അതുപോലെ തന്നെ ധനകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫിനാൻസിങ്, ഇതൊക്കെ വിവാദത്തിലേക്ക് പോയി കഴിഞ്ഞത് ഗവൺമെൻറ്റിൻ്റെ മൊത്തം പ്രവർത്തനം ഒരു പ്രൈവറ്റ് ഇൻട്രസ്റ്റ് ആയിരുന്നു, അല്ലാതെ പബ്ലിക് ഇൻട്രസ്റ്റ് ആയിരുന്നില്ല എന്ന് 5 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ അതാണ് വരുന്നത്. അത് കോവിഡ് മാനേജ്മെൻറ്റിനെ പോലും ബാധിച്ചു. എങ്ങനെയെങ്കിലും ഫണ്ടുണ്ടാക്കി ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്തില്ല. എങ്ങനെയെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ടിയിരുന്ന ഫണ്ട് കൊടുത്തില്ല. എന്നിട്ടോ ഇത്തരത്തിലുള്ള സ്വകാര്യ ഇൻട്രസ്റ്റുകൾക്ക് പ്രാമുഖ്യം കൊടുത്തു. അതാണ് സംസ്ഥാനം കണ്ടത്. അപ്പോൾ സംസ്ഥാനം ഭരിച്ച ഗവൺമെൻറ്റുകളിൽ പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ്റായി പിണറായി ഗവൺമെൻറ് മാറുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒരു സബ്ജക്റ്റ് ഇതൊക്കെ തന്നെയാണ്, ഈ വിവാദങ്ങളാണ്. അതുപോലെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു വിവാദമായി ഈ ഫണ്ട് ദുരുപയോഗവും അതിലെ ചട്ടലംഘനവും ഒക്കെ വരികയാണ്. ചട്ടലംഘനം ഉണ്ട് എന്നിപ്പോൾ ധനകാര്യമന്ത്രി സമ്മതിച്ച മാതിരിയാണ്. അദ്ദേഹത്തിൻ്റെ അത് വലിയ പ്രശ്നങ്ങൾ അവർക്കുണ്ടാക്കും. ചട്ടലംഘനം ഉണ്ട് സമ്മതിക്കുമ്പോൾ പിന്നെ അത് എന്തിന്
പിന്നെ അതിൻ്റെ പേരിൽ എന്തിന് പത്രസമ്മേളനം നടത്തി ഒരുപാട് കാര്യങ്ങളും മറുപടി പറയേണ്ടി വരും. ആ പ്രതിപക്ഷം ഇതൊക്കെ കണ്ട് വെറുതെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ പറ്റൂല. പ്രതിപക്ഷത്തിന് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. സമയാസമയങ്ങളിൽ പ്രതിപക്ഷം ഇത് ചൂണ്ടിക്കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ സ്വർണ്ണക്കടത്ത് വിവാദമില്ല, അതുപോലെ തന്നെ മയക്കുമരുന്ന് കടത്ത് വിവാദമില്ല. അതൊക്കെ നിർബാധം തുടർന്നേനെ. അതൊക്കെ നിർബാധം തുടർന്നിരുന്നെങ്കിൽ എന്താ സ്ഥിതി? ഈ നയതന്ത്ര ചാനലിലൂടെ സ്വർണം പിന്നെയും വന്നിരുന്നെങ്കിലോ, ലോക്കറിൽ പിന്നെയും കമ്മീഷൻ കുമിഞ്ഞു കൂടിയിരുന്നെങ്കിലോ, ലൈഫ് പോലത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട പദ്ധതികൾ പിന്നെയും 20 കോടി ചെലവാക്കേണ്ടി കൊടുത്ത് 10 കോടി ചെലവഴിച്ച് അതിലും കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാലെന്ത് ചെയ്യും? അപ്പൊ ഇവിടെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനമാണ് പ്രശംസനീയമായ പ്രവർത്തനം ഈ 5 കൊല്ലകാലം. അല്ലാതെ ഗവൺമെന്റിൻ്റെതല്ല. ഗവൺമെന്റിന്റെ ഈ ഹാൻഡ്ലിംഗ് ഒക്കെ ഇരുമ്പു മറക്ക് പിന്നിൽ അങ്ങ് ഒളിഞ്ഞു കിടന്നിരുന്നെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി എന്താകുമായിരുന്നു? അറിയാതെ പോയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി? വെള്ളപ്പൊക്കത്തിൽ വീടുണ്ടാക്കി കൊടുക്കുന്ന പരിപാടികൾ പറഞ്ഞ പോലെ ഐസ്ബർഗിൻ്റെ ഒരു ടിപ്പേ പുറത്തു കണ്ടിട്ടുള്ളൂ. അപ്പം എല്ലാ പരിപാടികളിലും പദ്ധതികളിലും കമ്മീഷൻ വാങ്ങുന്നുണ്ട് ഇല്ല എന്ന് ആര് കണ്ടു? ഇല്ലെന്ന് ആര് കണ്ടു? കമ്മീഷൻ വാങ്ങിയാലുള്ള പ്രോബ്ലം ഇതാണ്, ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. അപ്പം അതുകൊണ്ട് തന്നെ അഴിമതിയാണ് പ്രധാനമായി നടന്നിരുന്നത് എന്നുള്ളത് 5 കൊല്ലത്തെ ബാലൻസ് ഷീറ്റ് എടുക്കുമ്പോൾ വ്യക്തമായിരിക്കുകയാണ്. അത് ഈ ലോക്കൽ ബോഡി സെലക്ഷനിൽ വലിയ വിഷയമാണ്. അതുതന്നെയാണ് ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ. UDF അതിന് പകരം വ്യക്തമായ ഒരു പരിപാടികളും കൊണ്ടാണ് വരുന്നത്. ആമുഖമായി എനിക്ക് പറയാനുള്ളത് ഇതാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. രംഗത്ത് വരുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞാണ് സർക്കാർ ഉത്തരവ് വരുന്നത്. കിഫ്ബിക്കെതിരെ പ്രാരംഭഘട്ടം മുതൽ തന്നെ പ്രതിപക്ഷം അതിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആദ്യമല്ല, കിഫ്ബി ഓഡിറ്റിംഗ് ഇല്ല എന്നുള്ളത് ഓഡിറ്റ് റിപ്പോർട്ട് CAG വിമർശിക്കുന്ന ഈ ഘട്ടം എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ചൂണ്ടിക്കാണിച്ചത്. പ്രോപ്പർ ഓഡിറ്റ് ഇല്ല, ഓഡിറ്റ് വേണോ വേണ്ടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് നേരത്തെ തന്നെ നിയമസഭയിലും അതുപോലെ തന്നെ കേരളത്തിലും ചർച്ചയുള്ള വിഷയമാണ്. അതല്ലാതെ പുതുതായിട്ട് വന്നൊരു വിഷയമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്ന ഗൂഢാലോചന ഇപ്പോൾ കൊണ്ടുവന്നതാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഗൂഢാലോചന ഉണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഈ പൊളിറ്റിക്കലായിട്ട് കടുത്ത വിമർശനം പ്രതിപക്ഷം എപ്പോഴും ഉന്നയിക്കുന്ന ഒന്നാണ് കിഫ്ബിക്കെതിരായിട്ട്, കിഫ്ബിയുടെ കൈകാര്യത്തിനെതിരായിട്ട്, ഓഡിറ്റ് ഇല്ലാത്തത്. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് കിഫ്ബിയോട് പ്രതിപക്ഷത്തിന് അത്ര അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പ്രതിപക്ഷത്തിന്റെ MLA-മാരുള്ള മണ്ഡലത്തിൽ കിഫ്ബിയുടെ പദ്ധതികൾ വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം ഉള്ളതാണ്. അതൊരു പ്രായോഗികമാണ്. അല്ല, അതിപ്പോൾ ഗവൺമെൻറ് എല്ലായിടത്തും കൂടിയാണ്. മാത്രമല്ല, ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഒരു പരിപാടി ഒരു പറയുന്നതിനോടൊക്കെ യോജിച്ചാലേ തരുള്ളൂ എന്ന് പറയുന്നത് ഇപ്പം നമ്മളിത് സർക്കാർ പൊതുഫണ്ടാണ് കൈകാര്യം ചെയ്യുന്നത്, അല്ലാതെ ആരുടെയും പാർട്ടി ഫണ്ടോ അല്ലെങ്കിൽ സ്വകാര്യ ഫണ്ടോ ഒന്നുമല്ലല്ലോ ഇത്. അതുകൊണ്ട് പ്രതിപക്ഷ MLA-മാർ കേരള സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ വിമർശിക്കുമ്പോൾ എന്നാൽ പിന്നെ നിങ്ങളുടെ മണ്ഡലത്തിൽ വികസനം വേണ്ടെന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കുന്നത് വളരെ നിരർത്ഥകമാണ്. അല്ല, കിഫ്ബിക്കെതിരായി 2 വിമർശനം ഉണ്ടായിരുന്നു. ഒന്ന്, അവർ പറഞ്ഞ അത്ര കോടിക്കണക്കിൻ്റെ വികസനമൊക്കെ ഈ രീതിയിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ പരിമിതികൾ ഉണ്ടാവുമെന്നായി. കിഫ്ബിയിലൂടെ പ്രഖ്യാപനങ്ങളല്ലാതെ വലിയ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് അവിടെയും പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ് വസ്തുത. ഏതാനും കാര്യങ്ങളൊക്കെ നടന്നു എന്നല്ലാതെ ആ നടന്നത് തന്നെ പലതും
പ്രോജക്റ്റുകളെ സംബന്ധിച്ച് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഡെവലപ്മെൻറ്റ് വർക്കിന് നടന്ന ഡെവലപ്മെൻറ്റ് പ്രയോറിറ്റി അത് മറ്റൊരു വിഷയമാണ്, അത് വിമർശനമുള്ളതാണ്. രണ്ടാമത്തെ വിമർശനം എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ വിവാദമായി വന്നിരിക്കുന്നത്, ഓഡിറ്റിംഗ് ഇല്ല എന്നായിരുന്നു, പ്രോപ്പർ ഓഡിറ്റിംഗ് ഇല്ല എന്നുള്ളതായിരുന്നു. ഓഡിറ്റിനെ മറികടക്കാനാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയത് തന്നെ. അതായത് വാങ്ങുന്നത് പൊതുഫണ്ട്, അതുപോലെ തന്നെ ഇതുപോലുള്ള ഫണ്ടുകളൊക്കെയാണ്. ആ പ്രോപ്പർ ഓഡിറ്റ് വേണ്ടതാണ് എന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ രണ്ടാമത്തെ ആർഗ്യുമെന്റ്. സംസ്ഥാനമല്ലേ കടബാധ്യതയിൽപ്പെടുന്നത്, നികുതിപ്പണം കൊണ്ടല്ലേ തിരിച്ചു കൊടുക്കുന്നത്. അത് ഓരോ പൗരനും ബാധ്യതയും കടവും വരികയാണ്. ആ നിലക്കായിരുന്നു അതിൻ്റെ സുതാര്യതയെ പറ്റി ഞങ്ങൾ വിമർശിച്ചത്. രണ്ട് വിമർശനമുണ്ട്. കിഫ്ബി ഭാവിയിലേക്കൊരു ബാധ്യതയാവുന്നതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ UDF സർക്കാർ നയ പരിപാടികളൊക്കെ തയ്യാറാക്കി വരുന്നൊരു ഘട്ടമാണ്. UDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ ഒരു കിഫ്ബി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ല, അത് ഞങ്ങൾ ആ വിഷയം UDF ചർച്ച ചെയ്യും. എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ ചർച്ച ചെയ്യും. കാരണം അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഏതായാലും പ്രോപ്പർ അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും ഒക്കെ ഉള്ള ഒരു സംവിധാനം UDF കൊണ്ടുപോകും. കാരണം ഞാൻ വെറുതെ പറയുന്നതല്ല, UDFിൻ്റെ കാലത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന അത്രയും ഒരു ലാർജ് സ്കെയിലായ വിവാദങ്ങൾ വന്നിട്ടില്ല. ഇത്രയും ഗൗരവതരമായ കേസുകൾ, ഇതൊക്കെ എന്തൊരു സംഭവങ്ങളാണ്. സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ കടത്തിലാക്കി ആ ഫണ്ട് എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഓഡിറ്റ് പോലും ഇല്ല. ഇതൊക്കെ സത്യം പറഞ്ഞ ഒരു വലിയ സ്കാമാണ്. അപ്പോൾ അതുകൊണ്ട് അതെന്ത് ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും UDF പരിശോധിക്കും. ആ കാര്യത്തിൽ സംശയം വേണ്ട. ഇത് പ്രോപ്പർ അക്കൗണ്ടിങ് ഇല്ലാത്ത ഒരു സംവിധാനം UDF ഗവൺമെൻറ് കാലത്ത് ഉണ്ടാവില്ല. സംസ്ഥാന സർക്കാരിന് ഫണ്ട് കിട്ടാൻ പല പരിമിതികളുണ്ടെന്നുള്ളത്, ആ പരിമിതി മറികടക്കാനാണ് കിഫ്ബിയെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കിഫ്ബിയുടെ ഓഡിറ്റിംഗ് പ്രശ്നം ഒഴികെ ബാക്കി കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് സുതാര്യമാണ്, കുഴപ്പമില്ല എന്നാണോ? ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർവ്വ കണക്കുകളാണ്. കണക്കുകൾ തന്നെ സുതാര്യം അല്ലെങ്കിൽ പിന്നെന്ത് സുതാര്യത? രണ്ട് വിമർശനങ്ങളാണ്. ഒന്ന്, കിഫ്ബി വേണ്ടത്ര റിസൾട്ട് ഉണ്ടാക്കിയിട്ടില്ല. രണ്ട്, അതിൻ്റെ കണക്കിൽ സുതാര്യതല്ല. അതാണ് ഓഡിറ്റിംഗ്. പിന്നെന്താ വേണ്ടത്? അപ്പം തന്നെ സംവിധാനം തന്നെ വളരെ മോശമെന്ന് പറഞ്ഞില്ലേ? UDF ഗവൺമെൻറ് കാലത്ത് പിന്നെ മാക്സിമം ധനസഹായം കേന്ദ്രത്തിന് നേടിയെടുക്കാനായിരുന്നു. ഉമ്മൻചാണ്ടി ഡൽഹിയിൽ പോയി ക്യാമ്പ് ചെയ്തു, മന്ത്രി പട തന്നെ അവിടെ പോയി ക്യാമ്പ് ചെയ്തു. ഓരോ വകുപ്പിലും കേന്ദ്ര സഹായം മാക്സിമം വാങ്ങി, അത് ഉപയോഗിച്ച് സംസ്ഥാന വികസനം നടത്തുക എന്നുള്ളത് അതായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ സക്സസ്. ഈ ഗവൺമെൻറ് പരാജയപ്പെട്ടതും അവിടെയാണ്. ഡൽഹിയിൽ നിന്ന് ഫണ്ട് നേടിയെടുക്കുന്ന കാര്യത്തിൽ ഈ ഗവൺമെൻറ് വലിയ പരാജയമാണ്. അത് മാത്രമല്ല, ഈ ടാക്സ് സംവിധാനം മാറ്റിയതിനെ ഇവർ പിന്തുണച്ചു. അതിൻ്റെ ഫലമായി കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം കണ്ടമാനം കുറയുകയും ചെയ്തു. എല്ലാ സംസ്ഥാനങ്ങളിലും വന്നില്ലേ, ഇവിടെ മാത്രമാണോ എന്നുള്ള ചോദ്യം വരും. പക്ഷേ നമ്മൾ പിന്തുണക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അവസാനം വന്നപ്പോൾ ആ ടാക്സ് പരിഷ്കരണം, അതുപോലെ GST തുടങ്ങിയ പരിഷ്കരണം, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് വകുപ്പ് തല സഹായങ്ങൾ ഇല്ലാതായതും എല്ലാം കൂടി ആയപ്പോൾ കേരളത്തിൽ ഫണ്ട് ഇല്ലാതായി. അതാണ് സംഭവിച്ചത്. അതിനെല്ലാം ഉള്ള ഒരു സൊല്യൂഷൻ, ഒരു ഒറ്റമൂലി, ഒരു ചികിത്സ, അതായിരുന്നു ധനകാര്യമന്ത്രിയുടെ ഒരു ഫോർമുലയായിരുന്നു ഈ കിഫ്ബി. അതാണ് ഇപ്പോൾ ഗതികേടിലായിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സഖ്യത്തിലേക്ക് വരുമ്പോഴേ, കഴിഞ്ഞ തവണ LDF ജമാഅത്ത് കക്ഷികളെ കൂട്ടിയപ്പോൾ സാമ്പാർ മുന്നണി എന്ന് പറഞ്ഞിട്ട് ലീഗ് ഉൾപ്പെടെയുള്ള പരിഗണിച്ചിരുന്ന സന്ദർഭമുണ്ടായി. ഇപ്പൊ ആ സാമ്പാർ മുന്നണിയിലേക്ക് ലീഗും വരുന്ന ഒരവസ്ഥയില്ലേ? അതിനെങ്ങനെ കാണുന്നു? ഇല്ല. ഈ ലീഗ് UDF ആയി തന്നെയാണ് എല്ലാ സ്ഥലത്തും മത്സരിക്കുന്നത്. ലീഗിൻ്റെ UDFിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ചില സ്ഥലങ്ങളിൽ സ്വതന്ത്രന്മാർക്കൊക്കെ പലരും പിന്തുണ കൊടുക്കുകയോ പിടിക്കുകയൊക്കെ ഉണ്ടാവും.
അത് UDF അനുകൂലിക്കുന്ന കക്ഷികളാണ്, അല്ലെങ്കിൽ UDF അനുകൂലിക്കുന്ന വ്യക്തികളാണ്, UDF അനുകൂലിക്കുന്ന സാമൂഹ്യ സംഘടനകളാണ്. അല്ലാതെ രാഷ്ട്രീയ സഖ്യം UDF ആയി മാത്രമാണ് UDF മത്സരിക്കുന്നത്. പിന്തുണക്കുന്ന കൂട്ടത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതല്ലേ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF പലരും പിന്തുണച്ചല്ലോ. അത് തന്നെ അസംബ്ലി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും. അല്ലാതെ UDF ഒരു വിഭാഗങ്ങളുമായിട്ട് രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. പല സ്വതന്ത്രന്മാരുമുണ്ട്, അതേപോലെ തന്നെ പല പിന്തുണക്കുന്ന സംഘടനകളും ഉണ്ട്. അത് പഞ്ചായത്ത് തോറും മാറുന്നുണ്ട്. ഇത്തരം കൂട്ടുകെട്ടുകളൊക്കെ LDF ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ പിന്നെ പറയാം. ഇപ്പം എൻ്റെ കയ്യിലില്ല. സെയിം ഇതേപോലത്തെ സെയിം കൂട്ടുകെട്ടുകളൊക്കെ LDF ഉണ്ടാക്കിയിട്ടുണ്ട്. വാർത്താമാധ്യമങ്ങൾ പരിശോധിച്ചാൽ കിട്ടും. അല്ല, ഞാൻ പറയുന്ന ഇപ്പം ഈ പറയുന്ന വിവാദം തന്നെ UDF സംബന്ധിച്ച് നിങ്ങളൊക്കെ കൊണ്ടുവരുന്ന വിവാദം ഉണ്ടല്ലോ. ഞങ്ങൾ പലരും പിന്തുണക്കുന്നു UDF എന്ന്. അതേ കക്ഷികൾ അവരെ പിന്തുണക്കുന്ന സ്ഥലമുണ്ട്, ഒന്ന് പരിശോധിച്ചാൽ കിട്ടും. അതൊക്കെ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളാണ്. അല്ല, ഞാനിപ്പോൾ അവരെ നയമൊന്നും പറയാൻ അല്ലാതെ ഈ ലോക്കൽ ബോഡീസ് ഇലക്ഷനിൽ ഞാൻ പറഞ്ഞു UDF ആയിട്ടാണ് മത്സരിക്കുന്നത്. UDF പിന്തുണക്കുന്നവരും അതുപോലെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ജോയിൻ്റായി പിന്തുണക്കുന്നവരൊക്കെ പലതും ഉണ്ടാവും. പക്ഷേ രാഷ്ട്രീയ സഖ്യം UDF ആയിട്ട് മാത്രമാണ്. UDF പുറത്ത് രാഷ്ട്രീയ സഖ്യം ഇല്ല. കഴിഞ്ഞു. ഇനി അത് ആ വിഷയം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിലധികം ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലില്ല. സമയമുണ്ടല്ലോ. ഇപ്പം നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാം. ജാതിയോ? അല്ല, റിബലായി മത്സരിച്ച നടപടി ഉണ്ടാവും, യാതൊരു സംശയമില്ല. എവിടെ പാർട്ടിയുടെ അനുവാദം ഇല്ലാതെ ആരെങ്കിലും റിബലായി മത്സരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും നടപടി, അതിന് സംശയമൊന്നുമില്ല. പുതിയ വിവാദങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടായിരുന്നത്. UDF ഇടക്കാലത്ത് പഞ്ചായത്ത് തുടങ്ങുന്ന സമയത്ത് സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് വരുന്നൊക്കെയാണ്. CPM പക്ഷേ അവരുടെ സംസ്ഥാന സെക്രട്ടറിയെ മാറ്റി പുതിയ സെക്രട്ടറിക്ക് വന്ന് പുതിയ മുഖത്തിൽ തെരഞ്ഞെടുപ്പ് നേടുകയാണ്. ഇപ്പോൾ UDF ഈ രണ്ട് വിഷയത്തിൽ പോയി കിഫ്ബിയിലേക്ക് വരികയാണ്. ഏതിലാണ് UDF മുങ്ങുന്നത്? സർക്കാർ തന്നെ അല്ല, ഇത് ജനങ്ങളെ സംബന്ധിച്ച് തന്നെ ഉള്ള ഒരു കൺഫ്യൂഷനാണ് സുഹൃത്ത് ചോദിച്ചത്. കാരണം എന്താ വെച്ചാൽ ഡെയിലി ഇവരിങ്ങനെ വിവാദം ഉണ്ടാക്കി എന്ത് ചെയ്യും? അതാണ് പ്രശ്നം. ഒരു വിവാദം ചർച്ച ചെയ്ത് തീരുന്നതിന് മുമ്പ് മറ്റേ വിവാദം വരും. വാർത്താ മാധ്യമങ്ങളും കുഴഞ്ഞു, ജനങ്ങളും കുഴഞ്ഞു. ഇത്ര അധികം വിവാദം ഭരിച്ച 5 കൊല്ലത്തിൻ്റെ അവസാനം ഒന്നിച്ചു വന്ന് പെട്ടത്. ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ള വിഷയമല്ല ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കുന്നത് ഇവർ 5 കൊല്ലം വരെ പണി ഇതായിരുന്നു, എല്ലാം കൂടി ഇപ്പോൾ അവസാനമാണ് അറിഞ്ഞത് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് മാത്രമല്ല, എല്ലാം ജനങ്ങളുടെ സ്മൃതിപഥത്തിലുണ്ടാവും. അതുകൊണ്ട് ജനങ്ങൾ മൊത്തം ഹോൾസെയിലായിട്ട് ഇതെല്ലാം കൂടി വെച്ചിട്ട് ഈ ഗവൺമെൻറ്റിനെ തിരസ്കരിക്കും. അതാണ് ഉണ്ടാവുക. ഇവർക്ക് ഇതിൽ നിന്ന് മുക്തിയില്ല. അല്ല, അതെ, ഇപ്പോൾ അധികാരം ഉള്ളവർ ഒരു കാര്യമില്ലെങ്കിൽ ആളുകളെ അറസ്റ്റ് ചെയ്യും. അധികാരം ദുരുപയോഗപ്പെടുത്തി ഏകാധിപത്യം കാണിക്കും. തങ്ങളുടെ MLA-മാരും അതുപോലെ തന്നെ നേതാക്കന്മാരും ഒക്കെ ഇതേമാതിരി ബിസിനസ് വിവാദത്തിൽപ്പെട്ട് എത്രയോ ഇവിടെ നടക്കണം. അവരെ അറസ്റ്റ് ചെയ്യാതെയും അവരെ പേരിൽ കേസില്ലാതെയും
ലീഗിൻ്റെ ഒരു MLA ഒരു പ്രൈവറ്റ് കേസ് വെച്ച് അയാളെ അറസ്റ്റ് ചെയ്ത് മേനി നടിക്കണിയിൽ യാതൊരു കാര്യമില്ല. അത് അധികാര ദുരുപയോഗം. അധികാരമുള്ളതുകൊണ്ട് ഞങ്ങളെ പീഡിപ്പിച്ചു, ഞങ്ങളെ അറസ്റ്റ് ചെയ്തു, ഇത്രയും. അവരെ അറസ്റ്റിൽ നിന്നും കേസിൽ നിന്നും രക്ഷപ്പെട്ട് നടക്കുന്നുണ്ടെങ്കിൽ അധികാര ദുർവിനിയോഗം നടത്തി അവർ നടക്കുന്നു. പിന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക മന്ത്രിയുടെയോ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയുടെയോ പുറകെ പോലെയല്ല ഞങ്ങളെ പണി. ഞാൻ പറഞ്ഞത് ജനറലാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു മന്ത്രി എന്താ കേസ് പെടാത്തെന്ന് ചോദിച്ചാൽ എനിക്കതിന് മറുപടി ഒന്നുമില്ല. അത് കേസ് അന്വേഷിക്കുന്ന ഏജൻസികൾ മറുപടി പറയേണ്ടതാണ്. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എടുത്തപ്പോൾ താങ്കൾ ദേശീയ ജനറൽ സെക്രട്ടറി പോയതോടെ ദേശീയ തലത്തിൽ ന്യൂനപക്ഷങ്ങളുടെ അവരുടെ ഏകീകരണവും അവിടെയൊക്കെ ലീഗ് ശക്തി പ്രശ്നമൊക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ബീഹാർ തെരഞ്ഞെടുപ്പിൽ മൈനോറിറ്റി വലിയ തോതിൽ കിട്ടിയപ്പെട്ടു. അവിടെ OIC പോലും വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കി. മുസ്ലിം ലീഗ് കാഴ്ചക്കാരായി നിന്നുവെന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചില അഭിപ്രായങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ മുസ്ലിം ലീഗിനെ വലിയ ശക്തിയിലേക്ക് പോലും ഇത് കേന്ദ്രീകരിക്കുന്നതാണെങ്കിൽ ന്യൂനപക്ഷങ്ങളെയൊക്കെ ഏകീകരിക്കുന്ന ഒരു പാളിച്ചയുണ്ടായിരുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പിനെ പറ്റി ഡൽഹിയിൽ പാർട്ടി പ്രസിഡന്റ് അധ്യക്ഷതയിൽ ഡൽഹിയിലും അതുപോലെ തന്നെ കേരളത്തിൽ ഹൈദരലി ഷാദ് തങ്ങളുടെ അധ്യക്ഷതയിലൊക്കെ പല പ്രാവശ്യം യോഗം ചേർന്ന് മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാതെ അവിടെ എല്ലാവരും കൺസോൾട്ടേറ്റഡായി ഒറ്റക്കെട്ടായി നിന്ന് ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ഒറ്റക്കെട്ടായി നിന്ന് മഹാഗഠബന്ധനെ സഹായിക്കണം എന്ന് പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്ത് ഞങ്ങളും അതുപോലെ തന്നെ മറ്റു പല പാർട്ടികളും അതിനെ പിന്തുണക്കുകയായിരുന്നു. IML-ഉം അതുപോലെ തന്നെ മറ്റു ചില ചെറിയ പാർട്ടികളും കൂടിയിട്ട് ഒരു മുന്നണി ഉണ്ടാക്കിയിരുന്നു. ആ മുന്നണി ഈ മഹാഗഠബന്ധന് ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അത് വളരെ നല്ല തീരുമാനമായിരുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ച നടപടി, ഒരുപാട് സീറ്റുകൾ BJP ജയിക്കാനിടയാക്കിയ നടപടി ഇന്ന് ഇന്ത്യ ഒട്ടാകെ വിമർശിക്കപ്പെടുക. ലീഗ് എടുക്കേണ്ട നിലപാട് പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ നന്മ ലക്ഷ്യം വെച്ചാണ്. ഏതായാലും ഞങ്ങൾക്ക് അവിടെ വലിയ ശക്തിയൊന്നുമില്ല. അതുകൊണ്ട് വോട്ട് ഭിന്നിപ്പിക്കണ്ട എന്നുള്ള തീരുമാനം കറക്റ്റായിരുന്നു. ഈ ദേശീയ സെക്രട്ടറിയുടെ ചാർജുള്ള ET മുഹമ്മദ് ബഷീർ സാഹിബ് ഇത് സംബന്ധിച്ച് എല്ലാ വിലയിരുത്തലുകളും നടത്തി പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്ത് അത് ആ സമയത്ത് തന്നെ പത്രസമ്മേളനം നടത്തുകയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വിലയിരുത്തി അദ്ദേഹം പ്രസ്താവന ഇറക്കുകയും ചെയ്തത്. OIC-യുടെ പാർട്ടി BJP-യുടെ B ടീമായി പ്രവർത്തിച്ചുവെന്ന് ഗുരുതരമായ ആരോപണം കോൺഗ്രസിന്റെ നേതാക്കൾ ഉന്നയിച്ചിരുന്നു. അതിലുള്ള അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്താണ് ലീഗിന്റെ ഒരു വിലയിരുത്തൽ? അല്ല, റിസൾട്ടിൽ ബാധിച്ചു. ഒരു പരമാർത്ഥമാണല്ലോ. 10 സീറ്റിൽ മത്സരിച്ചിട്ടല്ല 5 സീറ്റ് കിട്ടിയത്. ഒരുപാട് സീറ്റിൽ മത്സരിച്ചു. അവിടെ പിന്നെ ഒരുപാട് സീറ്റുകളിൽ BJP ജയിക്കുകയും ചെയ്തു. അവരെന്നെ സമ്മതിച്ചിട്ടുണ്ടത്. ഏതാനും സീറ്റിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് അവരെന്നെ പിന്നീട് സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ വോട്ടുകൾ ഭിന്നിക്കുന്നത് തീർച്ചയായും BJPക്ക് ഗുണമാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയം. അതുകൊണ്ട് ലീഗ് ചെയ്തതാണ് ശരി. ഇതുവരെ വന്നിട്ടില്ലല്ലോ. വരുമ്പാലേക്ക് പലരും വന്നിട്ട് വിജയിച്ചിരുന്നല്ലോ. LDF കൂടെ കൂടിയ ഒരുപാട് കഥകളാണ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തത്. ഇപ്പോഴും ഉണ്ട്. അതൊന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ മതി. LDF സാമ്പാർ വെച്ച കഥയാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം ആ ക്വസ്റ്റ്യൻ പ്രസക്തി ഇല്ല. കോൺഗ്രസ് അവരുടെ ശക്തിക്ക് അപ്പുറത്തേക്ക് സീറ്റുകൾ ചോദിക്കാവുന്നതാണ്. ഇതെല്ലാ സീറ്റുകളിലും പ്രശ്നമുണ്ടോ? കോൺഗ്രസിന് ദേശീയ തലത്തിനകത്ത് അല്ല, ബീഹാറിലെ കാര്യമാണോ? അല്ല, ദേശീയ തലത്തിൽ കോൺഗ്രസ് തന്നെയാണ്. ഒരു സംസ്ഥാനത്ത് തോൽക്കുമ്പോൾ കോൺഗ്രസ് മോശമെന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല. അങ്ങനെ രാജസ്ഥാനിൽ അവരല്ലേ ജയിച്ചത്. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ അവർ ഗവൺമെൻറ് ഉണ്ടാക്കിയില്ലേ. അതുപോലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളും അവർ ജയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. വേറെ ആരാ ജയിക്കുന്നത്? അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സംസ്ഥാനത്ത് തിരിച്ചടി ഉണ്ടാകുമ്പോൾ
ഹോൾസെയിലായി വിലയിരുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. മതേതര പാർട്ടികളിൽ ഏറ്റവും ശക്തിയുള്ളതും മുമ്പിൽ നിൽക്കുന്നതും ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണ്. അതാണ് വസ്തുത. അപ്പം എത്ര സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും കോൺഗ്രസ്സാണ് പ്രധാന പ്രതിപക്ഷം. അല്ല, അഭിപ്രായം പലതും ഉള്ള നേതാക്കന്മാരുണ്ടായിരിക്കും. പക്ഷേ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് ഇപ്പോഴും ദേശീയ തലത്തിൽ പല സംസ്ഥാനങ്ങളിലും പിന്തുണയുള്ള കക്ഷി. ചില സംസ്ഥാനങ്ങളിൽ മറ്റു മതേതര പാർട്ടികളുണ്ട്, അവർക്ക് കൂടുതൽ സ്വാധീനമുണ്ട്. അത് നല്ലതാണ്, ഞാൻ എന്നോട് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ അവർ തമ്മിലുള്ള ഐക്യം, സീറ്റ് പങ്കിടൽ, അതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് അത് ആ സംസ്ഥാനത്ത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. എനിക്കതിനെ പറ്റി അഭിപ്രായം പറയാൻ കഴിയില്ല. പക്ഷെ അതിൻ്റെ പേരിൽ കോൺഗ്രസ് മോശമാണ് അല്ലെങ്കിൽ കോൺഗ്രസിന് പ്രസക്തി ഇല്ല എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. ആ ചോദ്യവും നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റും തന്നെ വ്യക്തമാക്കുന്നത് BJPയെ പ്രതിരോധിക്കാൻ കോൺഗ്രസ്സേ ഉള്ളൂ എന്നാണ്. BJPയെ പ്രതിരോധിക്കുന്ന മറ്റ് വേറൊരു കക്ഷിയുടെ പേര് പറയാനില്ലല്ലോ. കക്ഷികളെല്ലാം കൂടി കൂടുമ്പോൾ കോൺഗ്രസ് ഒന്നും കൂടി ശക്തി കൊടുക്കും. ലീഡർഷിപ്പ് കൊടുക്കാൻ കോൺഗ്രസ്സേ ഉള്ളൂ എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ അതുകൊണ്ട് മറ്റ് കക്ഷികൾ ചെയ്യേണ്ടത് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ LDF തന്നെ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരോടാ ചോദ്യം? കാരണം LDF തന്നെ ഇപ്പോൾ ആ നയം തിരുത്തി കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. കോൺഗ്രസിൻ്റെ ബംഗാളിൽ ഇപ്പോൾ LDF ഇതുവരെയുള്ള നയം തിരുത്തി കോൺഗ്രസിൻ്റെ കൂടെ കൂടാനാണ് ആലോചിക്കുന്നത്. അതേ നയമാണ് അവർ ബീഹാറിൽ സ്വീകരിക്കുന്നത്. അത് ആരോടാ വിമർശനം? കാരണം വെച്ചാൽ അത് അവർ സ്വയം വിമർശനമാണ്, ആത്മപരിശോധനയാണ്. അത് കോൺഗ്രസ്സുകാർ ചർച്ച ചെയ്തോട്ടെ, നമുക്ക് വിരോധമില്ല. പക്ഷേ CPM പോലും ഇപ്പോൾ കേരളത്തിന് പുറത്ത് BJPക്ക് ശക്തിയുള്ളവർക്ക് കോൺഗ്രസ് ഇട്ട് കൂടാനാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണുന്ന കാഴ്ച അതാണ്. ബംഗാളിലൊക്കെ അതാണ്. അവരെ നയം അവർ തിരുത്തി. അപ്പം അത് വളരെ വ്യക്തമാണ്, കോൺഗ്രസിനെ പ്രസക്തിയുള്ളൂ. ദേശീയ തലത്തിലൊരു കക്ഷി എന്നുള്ള നിലക്ക് കോൺഗ്രസ് കൂടുതൽ ശക്തിപ്പെടണം. അതുപോലെ തന്നെ കോൺഗ്രസ് കൂടുതൽ നല്ല ഫോർമുലകൾ എല്ലാ സംസ്ഥാനത്തും പ്രാദേശിക കക്ഷികളൊക്കെ ആയിട്ട് സഹകരിച്ച് ഉണ്ടാക്കണം. കേരളം അതിന് ഉദാഹരണമാണ്. കേരളത്തിൽ നല്ല മുന്നണിയുള്ളതാണ്. ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകൾ മാറി മാറി വരുന്നു. 5 കൊല്ലം കഴിഞ്ഞ് ഞാൻ അടുത്ത 5 കൊല്ലം UDF വരും. കാരണം എന്താ? ഇവിടെ നല്ല കോൺഗ്രസിൻ്റെ കൂടെ നല്ല ജനസ്വാധീനമുള്ള കക്ഷി എന്ന മാതിരി ഉള്ള സംസ്ഥാനത്തൊക്കെ അത് ഉണ്ടാക്കണം. അതിന് വിരോധമല്ല. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രസക്തി പോയി എന്ന് പറയുന്നതോടെ എനിക്ക് യോജിക്കില്ല. അത് വേറൊരു വിഷയമാണ്. നമ്മൾക്ക് ഏതായാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDF വളരെ ഭദ്രമാണ്. അതാണ് തവണ UDF അല്ലാതെ മത്സരിക്കുന്ന ജില്ലകളും അതുപോലെ തന്നെ സീറ്റുകളും പഞ്ചായത്തുകളും ഒക്കെ നാമമാത്രമാണ്. ബാക്കിയൊക്കെ ഞങ്ങൾ UDF ആയി തന്നെയാണ് മത്സരിക്കുന്നത്. പുറത്തുനിന്ന് വർദ്ധിച്ച പിന്തുണ UDFന് കിട്ടുന്നുമുണ്ട്. അതാണ് LDFന് കിട്ടുന്നതിനേക്കാൾ പിന്തുണ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഇപ്പം നിങ്ങൾ നേരത്തെ അനലൈസ് ചെയ്തത്. ഇതേ കക്ഷികൾ തന്നെ പ്രാദേശിക തെരഞ്ഞെടുപ്പല്ലേ, ഇതേ കക്ഷികളൊക്കെ തന്നെ ചില പഞ്ചായത്തുകളിൽ LDFന് പിന്തുണ കൊടുക്കുന്നുണ്ട്. അത് സമയാസമയങ്ങളിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഒക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. വിട്ടാണ്ട് ചർച്ച നടക്കുന്നുണ്ട്. ഇന്നലെയും ചർച്ച ഉണ്ടായിരുന്നു. അവസാന നിമിഷം വരെ അവിടെ ബ്ലോക്കിലും ജില്ലയിലും ഒക്കെ UDF ആണ്. അടക്കം ബ്ലോക്കിലും ജില്ലയിലും ഒക്കെ UDF തന്നെയാണ്. പ്രാദേശിക ഗ്രാമപഞ്ചായത്തിൽ ചർച്ച തുടരുകയാണ്. വനിതകളെ മത്സരിക്കുന്ന ചില സ്ഥലങ്ങളിൽ ഭർത്താക്കന്മാരുടെ പടം വെച്ച് പ്രചരണം നടത്തുന്നുണ്ട്. ഈ ഒരു നമ്മൾ പ്രചരണ രംഗത്ത് പോലും മുന്നിൽ വരച്ചുള്ളത് എങ്ങനെയാണ് ഒരു സംഭവത്തിൽ മുന്നിൽ നയിക്കാൻ വലിയ സന്ദേശമാണ് നൽകുന്നത്. ഭർത്താക്കന്മാർ പൊതുരംഗത്തുള്ളവരോ അല്ലെങ്കിൽ പ്രഗത്ഭന്മാരോ എന്തെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ ഏത് ഭർത്താവിനെ നാട്ടുകാർക്ക് വേണ്ടത്? അറിയപ്പെടാത്ത ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ പടം വെക്കൂല. ഭർത്താവ് ചിലപ്പോൾ പൊളിറ്റിക്കൽ ലീഡറോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവനോ ഒക്കെ ആയിരിക്കണം. അല്ലെങ്കിൽ അത് നടക്കില്ലല്ലോ. അതല്ല, റിസർവ്ഡ് സീറ്റായ ഭർത്താവ് എന്ന് മത്സരിക്കാൻ കഴിയില്ലല്ലോ. ഭർത്താവ് പൊതുരംഗത്ത് പ്രസക്തിയുള്ള ആളാണെങ്കിൽ
അത് ചെയ്യാലോ. മുന്നാക്ക സംവരണത്തില് ആദ്യം ലീഗിന്റെ ഒരു തീവ്ര പ്രതിഷേധങ്ങളൊന്നും പിന്നീട് കണ്ടിട്ടില്ല. അതെന്തായാലും ഇപ്പൊ ലോക്കൽ ബോഡീസിന്റെ ഇലക്ഷനിലേക്ക് വന്നില്ലേ, ഇപ്പൊ നമ്മൾ ഇതല്ലേ പൊളിറ്റിക്കൽ ഡിസ്കഷൻസിന് നിങ്ങളൊക്കെ അങ്ങനെ തന്നെ. അല്ല സംവരണത്തെ കുറിച്ച് ലീഗിന്റെ അഭിപ്രായത്തിൽ യാതൊരു മാറ്റവും. സംവരണം താത്വികമായ വിഷയമല്ലേ. ഞങ്ങളുടെ സമീപന അഭിപ്രായമൊക്കെ എല്ലാ കാലത്തും തന്നെ അഭിപ്രായം മാറ്റാത്ത പാർട്ടി മുസ്ലിം ലീഗേ ഉള്ളത്. ആരുടെ കൊണ്ട് വിരോധം കൊണ്ടല്ല, ആർക്കും എതിരായിട്ടല്ല, അത് ഐഡിയോളജി അതായതുകൊണ്ടാണ്. ഞങ്ങൾ പാർലമെൻറ്റിൽ വോട്ട് ചെയ്തല്ലോ, കോൺഗ്രസ് മുന്നണിയിലായിട്ട് ഞങ്ങൾ എണീറ്റ് നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്ത് വോട്ട് ചെയ്തു. അല്ല ചിലർക്ക് ഈ വിഷയം, ചിലർക്കിപ്പോൾ അല്ല LDFന്റെ ദുരുദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഷയം ചർച്ചയാക്കി LDFന് രാഷ്ട്രീയം മുതലെടുപ്പ് നടത്തി കളയാൻ അവർക്ക് ഒരു തോന്നലുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് സംവരണത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ല, അങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ മോഹം വെച്ച് നടക്കുന്ന ഈ വാദങ്ങളൊക്കെ കൂടി വന്നപ്പോൾ വേറൊരു ഇഷ്യൂ ഉണ്ടാകട്ടെ വിചാരിച്ചു. അവർക്ക് മോഹഭംഗം ഉണ്ടാവാം, പക്ഷെ ഞങ്ങൾ സംവരണത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഞങ്ങളുടെ സമീപനം. ആ പ്രിൻസിപ്പിൾ ഒരു കാലത്തും ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. പണ്ട് UDF നിയമസഭയിൽ നിന്ന് ഇറങ്ങാതെ വന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, ഒറ്റക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഗൗരിയമ്മ ഞങ്ങളെ കൂടെ പോകുന്നു എന്ന പോലെ പാർലമെന്റിൽ ആരും വോട്ട് ചെയ്യാതിരുന്നപ്പോൾ UPA വോട്ട് ചെയ്യാതിരുന്നിട്ടും ഞങ്ങൾ വോട്ട് ചെയ്തു. ഞങ്ങളെ ഐഡിയോളജിയുടെ പ്രശ്നം അല്ല. ഇപ്പോൾ പിന്നെ മുതലെടുപ്പ് നടത്തുന്നവർക്കൊക്കെ നിന്ന് കൊടുക്കണം എന്നുള്ളത് പിന്നെ അതല്ലോ. ഞങ്ങൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. റിസർവേഷൻ്റെ സതുദ്ദേശമാണ്. റിസർവേഷനോട് ഞങ്ങൾ സതുദ്ദേശമാണ്. LDFന് അതിനോടൊന്നും ഒരു മുന്നാക്കായാലും പിന്നോക്കായാലും അതിന് കിട്ടുന്ന രാഷ്ട്രീയം അതേ അവർക്ക് താല്പര്യം. ഈ മുന്നാക്കക്കാരില് പിന്നാക്കാർക്ക് സംവരണം നൽകുന്നതിന് എതിരല്ല എന്നാണ് സമസ്ത ഏറ്റവും ഒടുവിൽ വ്യക്തമാക്കിയത്. പക്ഷെ ആദ്യം പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ ആയിരുന്നില്ല പറഞ്ഞത്. അല്ല, സമസ്തൻ്റെ വിഷയങ്ങളൊക്കെ ഞാൻ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ശരിയല്ല. ഒരു അതിൻ്റെ ഇന്റർപ്രിട്ടേഷൻ ഞാൻ നടത്തുന്നത് ശരിയല്ല, അത് അവർ നടത്തുന്നത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ വന്നാൽ കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തെ സംസ്ഥാന CPMന്റെ സെക്രട്ടറി ഇവിടെ ഇരുന്ന് തന്നെ പറഞ്ഞത് ഈ UDFന്റെ ധാരണ പ്രകാരം ചെറുകക്ഷികളുമായിട്ട് ധാരണ ഉണ്ടാക്കാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ല. അപ്പൊ അതിന് ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി വരുന്നത് കൊണ്ട് മലബാറിൽ തകർന്നടിയും UDF എന്നാണ് പറഞ്ഞത്. ലീഗൊക്കെ തരിപ്പണാവും എന്നൊരു പരാമർശം നടത്തിയത്. അതിനോട് അങ്ങനെ പ്രതികരിക്കും. പണ്ട് ഇവരോടൊക്കെ സഖ്യം ഉണ്ടാക്കുകയും അന്നുണ്ടായിരുന്ന സകല മതപാർട്ടികളെയും കൂടെ കൂട്ടുകയും അവരൊക്കെ വേദിയിൽ കൊണ്ടുവന്ന് അണിനിരത്തി ശ്രീ പിണറായി വിജയൻ തന്നെ പൊന്നാനിയിൽ വന്ന് ഇരിക്കുകയും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ അവരുടെ സ്ഥാനാർത്ഥിയാക്കുകയും അതിനുവേണ്ടി CPIയെ ചുരം കയറ്റുകയും ഒക്കെ ചെയ്തപ്പോൾ പറഞ്ഞത് ലീഗ് തകരുമെന്നാണ്. മാത്രമല്ല ലീഗിന് ഇനി പാർലമെൻറ്റിൽ 3 സീറ്റേ ഉണ്ടാവുള്ളൂ. അവസാനം അറമ്പറ്റി ലീഗിനും 3, ഓർക്കും 3, അവർക്കും 3. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. വാക്കുകൾ ചിലപ്പോൾ അറമ്പറ്റും. അത് എതിരാളിക്കെതിരായി പറഞ്ഞതാണെങ്കിലും അവനവന് കൊള്ളും. അതാണ് കേരള രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിക്കടി തകർച്ച സംഭവിക്കുന്നത് ലീഗിനല്ല, അടിക്കടി തകർച്ച സംഭവിക്കുന്നത് അവർക്കാണ്. പൊന്നാനി പരീക്ഷണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അന്ന് ഈ പറഞ്ഞവരെല്ലാവരും കൂടി കൂട്ടി നല്ല മുന്തിയ തരം ഒരു സാമ്പാറാണ് പൊന്നാനി വെച്ചത്. ET മുഹമ്മദ് ബഷീറിൻ്റെ ഭൂരിപക്ഷം കൂടുകയും ചെയ്തു, അവർ തകർന്നടിയുകയും ചെയ്തു. 3 സീറ്റ് ലീഗിന് പാർലമെൻറ്റിലുണ്ടായി. ലീഗില്ലാത്ത പാർലമെൻറ്റ് എന്ന LDFന്റെ സ്വപ്നം വെറുതാവുകയും. അതെന്നെപ്പോഴും ഉണ്ടാവും, ഒരു സംശയം വേണം. അല്ല, തിരിച്ചിതുവരെ ഉണ്ടായില്ലല്ലോ, ഉണ്ടാവുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. അല്ല, ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കി തരാൻ കഴിയില്ല. അത്ര വിശദമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അന്ന് പൊന്നാനിയിൽ അവരുടെ പരീക്ഷണത്തിൽ എന്ത് സംഭവിച്ചുവെന്നും പിൽക്കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്നത് CPMന്റെ പാർലമെന്റിലെ ശോഷിച്ച നിലയുമാണെന്നും ലീഗിന്റെ വർദ്ധിച്ച ശക്തി, ഔദ്യോഗിക ചിഹ്നത്തിൽ ജയിച്ച 3 പേര് അവിടെ ഇരുന്ന് അതിന് മുൻനിരയിൽ സീറ്റൊക്കെ കിട്ടി വളരെ ഉഷാറായി പാർലമെന്റിൽ ഇരിക്കുന്ന കാഴ്ച അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ
നമ്പറുമായിട്ട് ഔദ്യോഗിക ചിഹ്നം ജയിച്ചവരായിട്ട് പാർലമെൻറ്റിൽ ഇരിക്കുന്ന കാഴ്ചയാണ് ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും അത് മലബാറിൽ പിന്നെ കേരളത്തിൽ ലീഗിനൊരു കുഴപ്പം വരില്ല, നല്ല പെർഫോമൻസ് ഉണ്ടാവും. ഇപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ സീറ്റുകളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് ചരിത്രത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ചരിത്രത്തിലെ ഏറ്റവും നല്ല പെർഫോമൻസ് ഈ തവണ ഉണ്ടാവും എന്നുള്ള റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് സോഫാർ കിട്ടിയിരിക്കുന്നത്. പിന്നെന്താ വേണ്ടത്? അല്ല, ഞങ്ങൾ MP-മാരെല്ലാം കൂടി ഇത് സംബന്ധിച്ച് ജോയിൻ്റായിട്ട് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഔദ്യോഗികമായിട്ട് മറുപടി വന്നിട്ടില്ല, അത് പുനഃസ്ഥാപിക്കും. കാരണം ഇപ്പോൾ നമ്പർ കുറഞ്ഞതുകൊണ്ട് അങ്ങനെ വന്നതാണ് എന്നൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. പക്ഷേ 5 എംബാർക്കേഷൻ പോയിന്റ് കോഴിക്കോട്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അത്രയധികം ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. അവിടെ കൊച്ചിയിലാണെങ്കിൽ കെട്ടിയുണ്ടാക്കണം. നമ്പർ രാജ്യമാരും യൂഷ്വൽ ടൈമിൽ വളരെ കുറവാണ് അവർക്ക് പോകുന്നത്. ഇവിടുന്ന് ഒരുപാട് ആളുകൾ പോകുന്നു, എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് യാതൊരു ന്യായവുമില്ല. അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞങ്ങൾ അതിനെതിരായി ഫൈറ്റ് ചെയ്യും. മാധ്യമപ്രവർത്തകൻ ജോലി നടത്താൻ പറഞ്ഞാൽ മാസത്തോളായിട്ട് കേരളത്തിന് മുഖ്യമന്ത്രി പറഞ്ഞ കേരളത്തിന് വ്യത്യാസം ചെയ്യാൻ എല്ലാ വിഷയം ശ്രദ്ധപ്പെടുത്തിയിരുന്ന അല്ല, നമുക്ക് നമ്മളൊക്കെ അതിനു വേണ്ടി ശ്രദ്ധിച്ചതാണ്, തുടർന്നും ശ്രദ്ധിക്കും. മാധ്യമപ്രവർത്തകരെ മാധ്യമപ്രവർത്തനം ഫ്രീ മാധ്യമപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ കുറിച്ച് ജയിലിൽ ഇടുന്നത് ഒരു കാലത്തും ഒരു പൊളിറ്റിക്കൽ പാർട്ടി അനുകൂലിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ആരും അനുകൂലിക്കാൻ പോകും. ഇതൊക്കെ BJPയുടെ ചില രീതികളാണ്. അത് ഒരു കാലത്തും ഇവിടെ മെയിൻ സ്ട്രീമിൽ പ്രവർത്തിക്കുന്ന സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി അതിനെ അനുകൂലിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് മാധ്യമപ്രവർത്തകനെ ഉടൻ ഫ്രീ ആക്കണം. അതന്നെ നമ്മൾ അഭിപ്രായം. മുഖ്യമന്ത്രിയിൽ ഇടപെടുകയും വേണം. ഓക്കെ, താങ്ക് യു. സുഹൃത്തുക്കളെ, നമ്മുടെ മീറ്റ് ലീഡർ വളരെ ഭംഗിയായി സമാപിക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഈ വർഷം ആദ്യം നമ്മുടെ ഒരു വിപുലമായ കുടുംബമേള നടത്തിയിരുന്നു. അതിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നമ്മുടെ മുഖ്യാതിഥിയായി പങ്കെടുത്ത് നമ്മുടെ ഒരു സ്നേഹോപഹാരം ഏറ്റുവാങ്ങേണ്ടതായിരുന്നു, നമ്മുടെ ഒരു ആദരം. അപ്പോൾ രണ്ടിനുമുള്ള ഇന്നത്തെ പരിപാടിക്കും അന്ന് കുടുംബമേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അന്ന് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ച ഒരു സ്നേഹോപഹാരം സെക്രട്ടറി KPM റിയാസ് അദ്ദേഹത്തിന് കൈമാറുകയാണ്. അന്ന് ഈ പ്രശ്നം കേൾക്കുമ്പോഴാണ് നമ്മൾ വരാതിരുന്നത്. താങ്ക് യു. സന്തോഷമുള്ള കാര്യം. അപ്പോൾ അറിയിക്കോട്ടെ. അതിന് നന്ദി പ്രകടനം കണ്ടോ. സെക്രട്ടറി നമ്മുടെ ഈ മീറ്റ് ലീഡർ പരിപാടിയുടെ ആദ്യ മുഖാമുഖത്തിന് പര്യവസാനമാവുകയാണ്. സെക്രട്ടറി നന്ദി പറയാൻ കൃഷ്ണൻ. പ്രിയപ്പെട്ടവരെ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നമ്മളായിട്ട് സംബന്ധിച്ചു. വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് പത്ര പുസ്തകത്തിലും ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി അവസാനിച്ച് അറിയിക്കുന്നു. താങ്ക് യു. നമുക്ക് ഇനിയും കാണാമല്ലോ. ഇനി ക്ഷണം ചെയ്യാതെ കാണാം.